മുന്നോട്ട് പോകുന്നതോറും ടെക്നോളജി കമ്പനികൾക്ക് നല്ല നേട്ടം ഉണ്ടാവാനും സാധ്യതയില്ല. ആ ഗുണം കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് പറ്റുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ് സ്മോൾ കേസുകൾ വഴി IT-യുമായിട്ട് ബന്ധപ്പെട്ട സ്മോൾ കേസുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. പ്രത്യേക കാര്യത്തിനെയോ ഒരു പ്രത്യേക രീതിയെയോ സംബന്ധിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കുകളെ പറയുന്ന പേരാണ് സ്മോൾ കേസ്. ഞാൻ സുബീഷാണ്. RupeeMonk എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും RupeeMonk എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. ഞാൻ 2007 ഒക്ടോബർ മാസത്തിലാണ് ആദ്യമായിട്ട് അമേരിക്ക സന്ദർശിക്കുന്നത് ജോലിയുടെ ആവശ്യത്തിനായിട്ട്. ഏകദേശം ഒരു മാസക്കാലം ഫ്ലോറിഡ എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഒർലാൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള വിനോദസഞ്ചാര കാര്യങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത്, അവിടെയാണ് ഈ ഡിസ്നി ലാൻഡും യൂണിവേഴ്സൽ സ്റ്റുഡിയോസും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണത്. ഒരു മാസത്തോളം അവിടെ ജോലി ചെയ്യുണ്ടായി. അങ്ങനെ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മളുടെ ചെലവുകളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം $1667 ഒരു ചെക്കാണ് അന്ന് എനിക്ക് കിട്ടിയത്. ഏകദേശം ഒരു 15 വർഷം മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആ ചെക്കാണ് ഡോളർ ഡിനോമിനേഷനിൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ശമ്പളം. അങ്ങനെ കിട്ടി. അത് കൊണ്ട് തിരിച്ച് നാട്ടിൽ, അന്ന് ചെന്നൈയിലായിരുന്നു ജോലി, അങ്ങനെ ചെന്നൈയിൽ തിരിച്ചു വന്നു. ആ ദിവസം ഓഫീസിൽ പോയതിന് ശേഷം തിരിച്ച് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് ചെന്നൈയിൽ സൈതാപ്പേട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ബസ് ഇറങ്ങി അവിടെ നിന്ന് ICICI ബാങ്കിൻ്റെ ഓഫീസിലേക്ക്, സെനോട്ടോപ്പ് റോഡിലെ ബാങ്കിലെ ഓഫീസിലേക്ക് നടന്നു പോയതൊക്കെ ഇന്നും എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. അപ്പോൾ അന്ന് ഈ ചെക്ക് അവിടെ കൗണ്ടറിൽ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ചോദിച്ചു ഏകദേശം എത്ര രൂപ എനിക്ക് കിട്ടും എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 67,700 രൂപയാണ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത. അതായത് അന്നത്തെ ഡോളറിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $1 40 രൂപ 60 പൈസയ്ക്ക് മുകളിൽ ആണ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത എന്നാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ അന്ന് വെറും 40 രൂപയോളമൊക്കെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ 40-42 രൂപയോളമൊക്കെ ഉണ്ടായിരുന്ന ഡോളർ ശക്തി പ്രാപിച്ചിട്ട് ഇന്നിപ്പോൾ എത്രയായി? 80 രൂപയ്ക്കടുത്ത്, അല്ലെങ്കിൽ 80 രൂപയോളം ഒക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഡോളർ ശക്തി പ്രാപിക്കുന്നത് ഇന്ത്യൻ കറൻസിക്കെതിരെ മാത്രമല്ല, മിക്കവാറും എല്ലാ ഗ്ലോബൽ കറൻസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും ഡോളർ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻപൊക്കെ ബ്രിട്ടീഷ് പൗണ്ട് കിട്ടുന്നതിന് $1.5 കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം $1 കൊടുത്താൽ ഒരു ബ്രിട്ടീഷ് പൗണ്ട് കിട്ടുമെന്നുള്ള രീതിയിലൊക്കെ ആയി മാറിയിട്ടുണ്ട്. ഡോളറിൻ്റെ ഈ ശക്തി പ്രാപിക്കൽ പല ഇൻഡസ്ട്രികളെയും പോസിറ്റീവായിട്ടും പല ഇൻഡസ്ട്രികളെ നെഗറ്റീവായിട്ടും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയിലേക്കും അതുപോലെ രാജ്യങ്ങളിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രികൾക്ക് സ്വാഭാവികമായിട്ടും പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട് അല്ലേ? കാരണം എന്താ, നമ്മൾ അവിടേക്ക് അയച്ചു കൊടുക്കുന്ന പണത്തിന് ഡോളറിലാണ് നമുക്ക് പൈസ കിട്ടുക. ആ ഡോളറിൻ്റെ വില കൂടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ആ കമ്പനികൾക്ക് ലാഭം കിട്ടും അല്ലേ? ഈ IT, ഫാർമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ള ഒരു ഇൻഡസ്ട്രികൾ എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം തന്നെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ പോകുന്നത് ആരെയൊക്കെയാണ്? നമ്മൾ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കാനും സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞെങ്കിൽ ഓയിൽ നമ്മൾക്ക് ഇമ്പോർട്ട് ചെയ്യണം അല്ലേ? വിദേശത്ത് നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുത്തണം. അപ്പോൾ നമ്മൾ ഡോളർ കൊടുക്കണം. ഡോളർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് കൂടുതൽ രൂപ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ? ഓയിൽ ഇൻഡസ്ട്രി അതുപോലെ മറ്റുള്ള റോ മെറ്റീരിയൽസ് ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിൽ എന്തെങ്കിലും സംഗതികൾ ഉണ്ടാക്കി വിൽക്കുന്ന തരത്തിലുള്ള കൺസ്യൂമർ കമ്പനികൾ, അങ്ങനെയുള്ള കമ്പനികൾക്കൊക്കെ മോശം കാലമാവാൻ സാധ്യതയുണ്ട്. കാരണം എന്താ, അവരുടെ മാർജിൻ, അവരുടെ ലാഭം കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഞാൻ മുൻപ് പറഞ്ഞല്ലോ, IT കമ്പനികൾക്കൊക്കെ ഒരു ലോങ്ങർ ഡ്യൂറേഷനിൽ അത്യാവശ്യം ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഈ ഡോളറിൻ്റെ ശക്തി പ്രാപിക്കൽ കൊണ്ടുണ്ടാവാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ അതുമാത്രമല്ല, കാലം മുന്നോട്ട് പോകുന്നതോറും ടെക്നോളജി കമ്പനികൾക്ക്, പുതിയ രീതിയിൽ ഇന്നോവേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ടെക്നോളജി കമ്പനികൾക്ക് നല്ല നേട്ടം ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പം നമ്മളുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് കൃത്യമായിട്ടുള്ള സ്റ്റോക്ക് ചിലപ്പോൾ പിക്ക് ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. ആ ഗുണം കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് പറ്റുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ് സ്മോൾ കേസുകൾ വഴി IT-യുമായിട്ട് ബന്ധപ്പെട്ട സ്മോൾ കേസുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സ്മോൾ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക കാര്യത്തിനെയോ ഒരു പ്രത്യേക രീതിയെയോ സംബന്ധിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കുകളെ പറയുന്ന പേരാണ് സ്മോൾ കേസ്. ഈ സ്മോൾ കേസ് ആപ്ലിക്കേഷൻ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർമാരും അല്ലാത്തവരും സജസ്റ്റ് ചെയ്യുന്ന ധാരാളം
സെറ്റ് ഓഫ് സ്റ്റോക്കുകൾ കാണാനായിട്ട് സാധിക്കും. അതുപയോഗിച്ച് നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ആ സ്റ്റോക്കുകൾ വരുത്താനും അതിൽ നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ട് വഴി പൈസ കൊടുത്ത് നമ്മൾക്ക് ആ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് എത്തിക്കാനും സാധിക്കുക എന്നുള്ളതാണ് ഈ സ്മോൾ കേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് പറയാനായിട്ട് പോകുന്ന സ്മോൾ കേസ് എന്ന് പറയുന്നത് IT ട്രാക്കർ എന്ന് പറയുന്ന സ്മോൾ കേസാണ്. ഇന്ത്യയിലെ ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റോക്കുകളിൽ പ്രത്യേക രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്മോൾ കേസാണ്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അന്നത്തെ റേറ്റ് അനുസരിച്ച് 59,584 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കുകൾ അവർ പറയുന്ന ഒരു പ്രത്യേക മിക്സ് ഓഫ് സ്റ്റോക്കുകൾ നമുക്ക് കിട്ടും. ഈ സ്റ്റോക്കുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് 6 വർഷമായിട്ട് ഓരോ വർഷവും ആവറേജ് 21% ലാഭം തന്നിട്ടുള്ള സ്റ്റോക്കുകളാണ്. ഇതൊരു മീഡിയം വൊളാറ്റിലിറ്റി, വലിയ രീതിയിലുള്ള മാർക്കറ്റ് ചാഞ്ചാട്ടങ്ങൾക്ക് വിധേയമാവാത്ത ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കുകളാണ്. ഒരു ആവറേജ് റിസ്ക് എടുത്തുകൊണ്ട് ഒരു തെറ്റില്ലാത്ത രീതിയിൽ റിട്ടേൺ തരാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് ഉണ്ടാക്കാനുള്ള കാരണം തന്നെ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഓരോ വർഷം കഴിയുന്തോറും കമ്പനികളുടെയും വലിയ സ്ഥാപനങ്ങളുടെയും ഒക്കെ IT സ്പെൻഡ്, ഇൻഫർമേഷൻ ടെക്നോളജിക്ക് ആവശ്യമായിട്ടുള്ള സ്പെൻഡിങ് കൂടി വരികയാണ്. അപ്പോൾ ഇനി ഒരു 2025 ആകുമ്പോൾ $350 മില്യൺ എന്നുള്ള വലിയൊരു ലെവലിലേക്ക് ഇത് എത്താൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെയൊക്കെയുള്ള സമയത്ത് 2025 ആവുമ്പോഴേക്കും നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് വളരെ നല്ല രീതിയിൽ വർദ്ധിക്കാനുള്ള ഒരു സാധ്യത കാണുന്നതുകൊണ്ടാണ് ഇത്തരം ഒരു സ്മോൾ കേസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഇനി ഇതിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇതിൽ ഏകദേശം 60% ലാർജ് ക്യാപ് സ്റ്റോക്കുകളും 33% മിഡ് ക്യാപ് സ്റ്റോക്കുകളും ഒരു 7% ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കുകളുമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഗ്രോത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു 6 വർഷമായിട്ട്, ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് 6 വർഷമായിട്ടുള്ളൂ, ഈ 6 വർഷമായിട്ട് ലാർജ് ക്യാപ് ഓഹരികളെക്കാളൊക്കെ വളരെ വലിയ രീതിയിൽ റിട്ടേൺ തന്നിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ആ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ലാസ്റ്റ് ഇയർ ഇത് അത്ര നല്ലൊരു കാലമായിരുന്നില്ല, IT കമ്പനികൾക്ക് അത്ര നല്ലൊരു കാലമായിരുന്നില്ല ലാസ്റ്റ് ഇയർ. പക്ഷേ ലാസ്റ്റ് 3 ഇയർ അല്ലെങ്കിൽ ലാസ്റ്റ് 5 ഇയർ ഒക്കെ നോക്കുമ്പോൾ ഓവറോൾ നല്ല രീതിയിൽ ഗുണം തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരു കാരണവശാലും ഒരു ചെറിയൊരു സമയത്തേക്ക് വേണ്ടി മാത്രം ഈ സ്റ്റോക്കുകൾ മാത്രമായിട്ട് നിക്ഷേപിക്കരുത്. അതേസമയം തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ഉണ്ട്, നിങ്ങൾക്ക് ഒരു ലോങ്ങർ ഡ്യൂറേഷനിലേക്ക് ഈ പൈസ ഹോൾഡ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് IT ട്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള സ്മോൾ കേസ്. വിൻമിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പാണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഉപയോഗിച്ച് ഇതുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് പൈസ ഡെബിറ്റ് ചെയ്ത് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഈ സ്റ്റോക്കുകൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇതിന് അഡീഷണൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് സ്മോൾ കേസിന് ചെറിയൊരു ചാർജ് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് അഡീഷണൽ ആയിട്ടുള്ള എക്സ്പെൻസ്. ബാക്കിയെല്ലാം നമ്മൾ സാധാരണ സ്റ്റോക്ക് വാങ്ങുന്നതും വിൽക്കുന്നതും പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലും നിങ്ങൾ അറിയേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അത് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.